എന്നതിൽ ഞാൻ സന്തോഷവാനാണ്. ഇന്ന് പുതിയ 4 പേരെ പരിചയപ്പെടാൻ സാധിച്ചു എന്നത് തന്നെ വളരെ സന്തോഷമുളവാക്കുന്നതാണ്. സലാം കാക്ക സ്വന്തം മകനോടൊപ്പമാണ് ഇവിടെ എത്തിച്ചേർന്നത്. അതിൽ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ലത്തീഫ് സാറായാലും അസീസ് സാറായാലും അവരുടെ തുടക്കം തന്നെ ഗംഭീരമാക്കി അവരുടെ ഈ മേഖലയിലെ കഴിവുകൾ തെളിയിക്കാൻ ഇനിയും ഈ അക്കാദമിയിലെത്തി നിരന്തര പരിശീലനത്തോടെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഈ മേഖലയിൽ പ്രസംഗ കല സ്വായത്തമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ന് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചത്തിൽ അവരുടെ അനുഭവങ്ങളും അവരുടെ പ്രതിഭയും പ്രതിഫലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അതോടൊപ്പം തന്നെ എനിക്കും എൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഒരുപാട് ആളുകളുടെ ഫീഡ്ബാക്ക് പറയാനുണ്ട്. എന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട ഫൈസൽ സാർ, അതുപോലെ സഹപഠിതാക്കളെ, നമ്മുടെ ക്ലാസ് അവസാനിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ ആളുകളുമായി പരിചയപ്പെടാനും അവരിൽ നിന്നൊക്കെ ഒരുപാട് അറിവുകൾ നേടാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഞാനിവിടെ നിങ്ങളിൽ ഒക്കെ കൂടുതൽ ക്ലാസ് പങ്കെടുത്ത ഒരാളാണ്. നമ്മുടെ ചിന്തയിൽ നമ്മൾ മുന്നിലാണ് എന്നുള്ള ഒരു ചിന്തയാണ്. ഒരു പക്ഷേ നമ്മൾ ക്ലാസ്സിലുള്ള നമ്മുടെ മുന്നിൽ, മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ ബാക്കിലാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഇന്ന് പുതിയ ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്നുള്ളതാണ്. നിങ്ങളുടെ പെർഫോമൻസ് അത്രയ്ക്കും വളരെ ഒരു നല്ല കാര്യം ആയിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് കാര്യവും നമ്മൾ മുന്നിലെത്തി എന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മളെപ്പോഴും ബാക്കിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അത് എന്ത് വിഷയം തന്നെ ആയാലും, പ്രസംഗമായാലും മറ്റുള്ള എന്തായാലും ശരി, നമ്മൾ ബാക്കിലാണ് എന്ന് നമ്മൾ ചിന്തിച്ച് വീണ്ടും നമുക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ ശൈലി, അതുപോലെ തന്നെ വാക്കുകളൊക്കെ എനിക്കും അതിൽ നിന്ന് പഠിക്കാൻ കുറേ അനുഭവങ്ങളുണ്ടായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണെങ്കിൽ എടയിൽ നിന്ന് വന്ന അവർ, അതുപോലെ തന്നെ വടകര, അവരൊക്കെ വളരെയധികം നല്ല ഒരു അനുഭവമാണ്. അവരുടെ കൂടെയുള്ള ക്ലാസ്സും അതുപോലെ തന്നെ അഫ്ലൈനൊക്കെ നമ്മൾ കാണുമ്പോൾ, അതിൻ്റെ സ്റ്റേജിലുള്ള ഇത് കാണുമ്പോൾ ഞാനൊക്കെ എത്രയോ ക്ലാസ്സിന് വന്ന എനിക്ക് അവരിൽ നിന്ന് പഠിക്കാൻ വരെ പ്രചോദനം കിട്ടുന്നു എന്നുള്ളത് ആണ് ഈ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രത്യേകിച്ചത് പിന്നെ യാത്രയും അതേമാതിരി അനുഭവങ്ങളും എല്ലാം പറഞ്ഞ്, അതായത് എന്തായാലും ഒന്നിനൊന്ന് വ്യത്യാസമായിട്ടുള്ള എല്ലാ നല്ല അനുഭവങ്ങളായിരിക്കുന്ന. പിന്നെ സലാമായി അയക്കുന്നല്ല സലാക്കുന്ന മോനിട്ട് വന്നത് വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്കും ഇതേമാതിരി എനിക്ക് മോനെ ഇട്ടല്ല വരണം എന്നുള്ള, ഭാര്യയിട്ട് വരണം എന്നാണ് എനിക്ക് പക്ഷെ വരില്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് ഒന്നിക്കൊന്ന് പിന്നെ മെച്ചപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ പ്രസംഗിച്ചതും കുടിച്ചതും എല്ലാം. ആരും മോശക്കാരും അല്ല, ആരും താഴോട്ട് പോയിട്ടില്ല, എല്ലാവരും മേൽക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഇനി ഒരുപാട് ആൾ ബാക്കി പറയാനുണ്ടായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.
ഞാൻ സത്യത്തിൽ ക്ലാസ്സിൽ വരാനേ കരുതിയിട്ടില്ല. പിന്നെ ഇതിൽ വീഴ്ത്തിയതാണ്. അതുകൊണ്ട് വന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഇവിടെ കൂടി എല്ലാവരും നല്ല രീതിക്ക് പ്രസംഗിക്കുന്നുണ്ട്. അവരെ പോലെ തന്നെ എനിക്ക് ആവണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇതിലിപ്പോ അസീസ് ഇവര് ഭയങ്കരമായിട്ട് രീതിയിൽ പ്രസംഗിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് പേര് പെട്ടെന്ന് കിട്ടൂല, അങ്ങനെ പ്രശ്നമുണ്ട്. അഷ്റഫ് ഖാൻ വളരെ വളരെ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. വളരെ രസത്തിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ പാട്ട്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവരുടെ നല്ല നല്ല രസമുണ്ട് കേൾക്കാൻ സംസാരം. വളരെ രസം. നമുക്ക് അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് പോലെ നമുക്ക് ആളെ സംസാരം കേട്ടോണ്ടിരിക്കും. നല്ല രസമാണ്. പേര് എനിക്കൊരു പ്രശ്നമുണ്ട്. രവീന്ദ്രൻ അല്ല, ബാലചന്ദ്രൻ. ഓക്കെ. ബാലചന്ദ്രൻ സാറും വളരെ നന്നായിട്ട് കവിത നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൽ മുഴുകി പോയി, കണ്ണടച്ചിരുന്നു പോയി. നല്ല രസമുള്ള കവിതയായിരുന്നു. പിന്നെ ഉപ്പാനെക്കുറിച്ച് ഉപ്പൊക്കെ നല്ല ഇപ്പനെ പോലെ ആവണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അദ്ദേഹം പുതിയ വന്നാണെന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് സംശയമുണ്ട് പുതിയതാണോ എന്ന്. വേറെ അത്രയും നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്, ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. എല്ലാതും കണ്ട് ഇത്രയും ആളുകളെ, ഇത്രയും മികച്ച ആളുകളെ കണ്ട് അവരുടെ ഈ കഴിവ് കണ്ട് എനിക്കും ഇങ്ങനെ ഒരു പ്രചോദനം, ഇതുപോലെയൊക്കെ ആവാൻ കഴിയും. പിന്നെ ഫൈസൽ സാറ് ഭയങ്കര എൻകറേജിങ് ആണ്. ഭയങ്കര സപ്പോർട്ടീവാണ്. എല്ലാത്തിനും കൈയടിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കൂടുതൽ പറയാനായിട്ട് തോന്നും ഇങ്ങനെ അടിക്കുമ്പോൾ. സാറ് നല്ല അടിപൊളിയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാവരെ കുറിച്ചും പറഞ്ഞെന്ന് കരുതുന്നു. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കും ഞാൻ വിചാരിച്ചിട്ടുമില്ല. ഇന്ന് വണ്ടിയിൽ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല അവിടെ പോയി സംസാരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അതിനോട് ചോദിച്ചു രാവിലെ പഠിക്കാൻ വന്നതാണോ എന്ന്. ഞാൻ പറഞ്ഞു വെറുതെ പനമ്പ് പറഞ്ഞാണ് വെറുതെ എന്ന് പറഞ്ഞു. ഏതായാലും നല്ലൊരു അനുഭവം തന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നു. അക്കാദമിയുടെ ചെയർമാൻ ശ്രീ ഫൈസൽ സാർ, അതേപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഒരുപാട് മഹത്തായ ഈ കല വളരെ അനായാസം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഫൈസൽ സാറിൻ്റെത്. കാരണം ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വാക്കിലുള്ള ഒരു പ്രയോഗം എന്നെ വല്ലാതെ ആകർഷിപ്പിച്ചു. ബ്രൂസ്ലി എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്സിലെ വലിയ ഉന്നതനായ കലാകാരൻ പറഞ്ഞത്, 1000 അടവുകൾ എനിക്കറിയാമെങ്കിലും 1000 പ്രാവശ്യം അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അടവ് മാത്രം അറിയാവുന്ന 1000 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെയാണ് എനിക്ക് ഭയം എന്ന് പറഞ്ഞതിലൂടെ നമുക്ക് ഒരു വല്ലാത്തൊരു പ്രചോദനം ഞാൻ മനസ്സിലാക്കുന്ന എല്ലാവരും അത് ഉൾക്കൊണ്ടിട്ടുണ്ടാവുമെന്നാണ്. അതേപോലെ ഇവിടെ പ്രസംഗിച്ച ഓരോ ആളുകളുടെയും കഴിവ് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല, ഒന്നിനൊന്നും മെച്ചമായിരുന്നു. പിന്നെ ബാലേന്ദ്ര സാറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, നമ്മളിലൊക്കെ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ, വളരെ മൈന്യൂട്ടായിട്ടുള്ള കഴിവുകൾ അദ്ദേഹം കണ്ടെത്തി ആ വാക്കുകളിലൂടെ നല്ല പ്രചോദനം, നല്ല മോട്ടിവേഷൻ എനിക്ക് ആ കഴിവ്, ഒരു പക്ഷേ നമുക്ക് ആ കഴിവ് ഇല്ലായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യും, വല്ലാത്തൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ പാട്ട്, സത്യത്തിൽ അഷ്റഫ് പാടുന്ന ഞാൻ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കരുതിയത് യൂട്യൂബിൽ നിന്ന് പാടുന്നത് ആദ്യം ഞാൻ കരുതിയത് പിന്നെ കേട്ടപ്പോഴാണ് തട്ടിതായിട്ട് യൂസഫ് തോന്നി. അതേപോലെ ഓരോ ആളുകളുടെ വാക്ക് എനിക്ക് പ്രത്യേകിച്ച് പേര് ഓർമ്മയില്ല, സലാമത്താണെന്ന് തോന്നുന്നത്. എന്തൊരു ഭംഗിയായ വാക്കുകൾ, വളരെ ലാളിത്യത്തോടെ ഗ്രാമീണ ശൈലിയിൽ ഹൃദയത്തിൽ കൊള്ളുന്ന വാക്കുകളല്ലേ. പറഞ്ഞ പേരാണ് സൈനുദ്ദീൻ ഖാൻ, വല്ലാത്ത മനോഹരം. അതേപോലെ പേര് ഒന്നാമത് മുടിയൊക്കെ നരച്ച നിങ്ങൾക്ക് അറിയാമല്ലോ, പേരോട് പറയാം.
മൂപ്പര ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ, തീഷ്ണ അനുഭവങ്ങളിലൂടെ കാര്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മൾ പറയുന്നത്. നമ്മൾ പ്രസംഗിക്കാനും പഠിക്കാനും ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിലൂടെയൊക്കെ ഒരുപാട് അനുഭവങ്ങളും അറിവുകളും നമുക്ക് നേടാൻ കഴിയും. അതേപോലെ വ്യാപാരത്തിൻ്റെ മുഴുവൻ മരക്കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നിസ്സാരക്കാരൻ, അതൊന്നുമില്ല, വലിയ കണ്ണിങ്ങളുള്ളതാണ്. കാരണം അവരെ കുവിക്ക് കണക്ക്, വിരൽ കണക്ക്, മീറ്റർ കണക്കുന്ന പോലെ അത്രയും വളരെ കണ്ണിങ്ങായിട്ടുള്ളതാണ്. മൂപ്പർ എന്ത് ചെയ്ത് കെട്ടിട നിർമ്മാണത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്ത് പറഞ്ഞു തന്ന്. അതുപോലെ അഫ്ലെ തുടക്കത്തിൽ സംസാരിച്ചത് അഫ്ലെ വല്ലാത്തൊരു ബേജാറ് വാക്കൊന്നും കിട്ടുന്നില്ല. അവസാനം ഫീഡ്ബാക്ക് പറയുമ്പോൾ അഫ്ലെ ഒരു തികഞ്ഞ പ്രാസംഗികനായിട്ടാണ് കാണാൻ കഴിയും. ഏതായാലും മൊത്തം നമ്മുടെ ഈ പരിപാടി വളരെ ഗംഭീരമായിട്ടുണ്ട്. ഞാൻ മനസ്സിൽ കരുതുന്നു എല്ലാ ആഴ്ചയും എനിക്കിവിടെ വരണം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും വരുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയൊരു വേദികൾ നമുക്കറിയാം. ഇത് ഇന്ന് പ്രസംഗിക്കുന്നത് ബാലചന്ദ്രൻ സാറ് കൊണ്ടോട്ടി പ്രസംഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോഴിക്കോട് ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, എത്തിക്കാൻ കഴിയണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. നമസ്കാരം. ബഹുമാനപ്പെട്ട ഫൈസൽ സാർ, മറ്റു പഠിതാക്കളായ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു. വളരെ സന്തോഷമായിരുന്നു. പേഴ്സണലായിട്ട് എൻ്റെ അനുഭവം ആദ്യത്തെ ഒരു ക്ലാസ്സാണല്ലോ, വളരെ മനോഹരമായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു അനുഭവമായിരുന്നു ഇന്നത്തെ ഈ ക്ലാസ്. പ്രത്യേകിച്ച് നമ്മുടെ അഷ്റഫിൻ്റെ പാട്ടുകൾ, പ്രസംഗങ്ങൾ ഒക്കെ വളരെ മികച്ചതായിരുന്നു. അഫ്ലെ വളരെ നമ്മളെ ഇളയവനാവണെങ്കിലും അവൻ്റെ കഴിവുകൾ ലാസ്റ്റ് ഘട്ടത്തിൽ അവൻ പുറത്തെടുത്തു. വളരെ മികച്ച രീതിയിലായിരുന്നു നമ്മൾ അഷ്റഫ് ക, മറ്റ് അസനിക്ക, മറ്റ് ബാലചന്ദ്രൻ, സൈനുദ്ദീൻ ഹാജി എല്ലാവരും വളരെ മികച്ച രീതിയിൽ എല്ലാം അവതരിപ്പിച്ചു. ഇനി ഏതായാലും ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണമല്ലോ. ഓക്കെ, വീണ്ടും കാണുന്നതുവരെ നമസ്കാരം. നമസ്കാരം. ആടിയും പാടിയും പറഞ്ഞും പഠിച്ചും ഒരു പഴയകാല കലാലയത്തിലേക്ക് തിരിച്ചു പോയതുപോലെയുള്ളൊരു അനുഭവം നമുക്കൊക്കെ ഇന്നുണ്ടായി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് രാവിലെയാണ് ഞാൻ യാദൃശ്ചികമായി വാട്സപ്പ് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഏതായാലും കാര്യമായ പരിപാടികളൊന്നും ഇല്ല എന്ന് ഇതിന് പോകാൻ തീരുമാനിച്ചത്. ഏതായാലും ആ തീരുമാനം വളരെ നന്നായി. മറക്കാൻ പറ്റാത്ത ഒരു കലാലയ ദിനം കൂടി ഇന്ന് കിട്ടിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ ഏകദേശം 6 വർഷത്തോളമായിട്ടുണ്ടാവും സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട്. ഏതായാലും വളരെ നല്ലൊരു അനുഭവം. 4-5 പേരെ പുതുതായിട്ട് പരിചയപ്പെടാൻ പറ്റി. അഷ്റഫ് ഭായി, സൈനുദ്ദീൻ ഭായി, ബാലേന്ദ്രൻ സാറ്, അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട അസീസ്ക, ലത്തീഫ് സാറ്, അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് അവരുടെ കഴിവുകളെ പുറത്തെടുത്തത്. ഞാൻ ആ കാലത്ത് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊന്ന് വലിയ പ്രാസംഗികരായിട്ടുണ്ടെന്ന് സാറിനോട് പറഞ്ഞു. റഹീം സാറ്, അതേപോലെ ലിയാഖത്ത് അലി സാറ്, പിന്നെ ദാവൂദ്, അവരൊക്കെ അത്യാവശ്യം ഒന്ന രീതിയിൽ. ഞാൻ പിന്നെ അങ്ങനെ പൊതുവെ അങ്ങനെയുണ്ട്, അങ്ങനെ തുടങ്ങി വെച്ചിട്ട് പിന്നെ ഒന്ന് പുറകോട്ട് കൊണ്ട് സ്വഭാവം എൻ്റെ നാച്ചുറലാണ്, അത് അങ്ങനെയായി പോയതാണ്. ഏതായാലും ഇനിയും അവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഒഴിവുപോലെ ഇടക്കിടക്കൊക്കെ വരും. അതേപോലെ എൻ്റെ കൂടെ ഒരു അനിയനും കൂടി ഉണ്ട്, അവരെയും കൂടെ ഒന്ന് പറഞ്ഞേച്ച് രണ്ടാളും കൂടി ഒരുമിച്ചൊന്ന് വിട്ട് ഒന്നുകൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ശരിയാക്കണം. ശരിയാണ്. എല്ലാവർക്കും ഇനി അടുത്ത ക്ലാസ്സിൽ പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി എല്ലാവരും.